കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതിൽ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള MK രാഘവൻ MP അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് ജില്ലയിൽ നാളെ ഹർത്താൽ ആചരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. CPM ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു, വ്യാപകമായി കള്ളവോട്ട് ചെയ്തു, ആക്രമണം അഴിച്ചുവിട്ടു. ആ കാര്യങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ ആചരിക്കും കോൺഗ്രസ്. അതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ഹൈക്കോടതിയിലെത്തി ഈ ഒരു തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടും. അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അല്പസമയത്തിനകം വരും. ആ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് കോൺഗ്രസ് ജയിച്ചാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ MK രാഘവൻ MP അടക്കമുള്ളവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ അവിടെ കള്ളവോട്ട് ആരോപണത്തിൽ പ്രതിഷേധിക്കുന്ന കുത്തിയിരിപ്പ് സമരമടക്കം നടത്തുന്ന കാഴ്ച ഞങ്ങൾ കണ്ടതാണ്. അതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു ശക്തമായ പ്രതിഷേധവുമായി CPM-നെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട്, അതായത് 10,000-ലധികം കള്ളവോട്ട് ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിൽ നിന്ന് കോൺഗ്രസിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അത് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹർത്താലിലേക്ക് നീങ്ങുന്നു, ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് MP അടക്കമുള്ള DCC പ്രസിഡന്റ് അടക്കമുള്ളവർ നൽകിയത്. ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം YouTube അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.